അങ്ങനെ തൃശ്ശൂരത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്ന് എറണാകുളത്തേക്കാണ് കേട്ടോ. അതായത് ശനിയാഴ്ച വൈകുന്നേരം. ഇത് ഞായറാഴ്ച രാവിലെ ഞങ്ങൾ എന്താ പറയുക, ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് വിചാരിച്ചു. അതായത് എറണാകുളം ബോട്ട് ജെട്ടിയിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങളെ ബോട്ട് ജെട്ടിയിലേക്ക് കാറിന് കൊണ്ടുവിട്ടു. ഇനി നമുക്ക് നടന്നു പോയാൽ മതിയല്ലോ. ബാക്കി നമുക്ക് കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ. അപ്പം നിങ്ങളും കൂടെ പോരെ. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേനും തന്നെ നിറയെ ക്യൂ ആയിരുന്നു. കുറേ നേരം നിന്ന് കഴിഞ്ഞിട്ടാണ് ടിക്കറ്റൊക്കെ കിട്ടിയത്. വെറും 6 രൂപയുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരാൾക്ക് ടിക്കറ്റിന്. അത് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബോട്ടിലൊക്കെ കയറി. എന്താ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പറയാനുള്ളത്. കാത്തുകുട്ടിയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ. ആദ്യമായിട്ടാണല്ലോ അവളിങ്ങനെ കടലൊക്കെ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നേ. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടൊന്നും. നമുക്കാരെയും പരിചയമൊന്നും ഇല്ലായിരുന്നല്ലോ. ഞങ്ങളേതായാലും അടിച്ചു പൊളിച്ച് ബോട്ടിലൊക്കെ കയറി കുറേ വർത്താനൊക്കെ പറഞ്ഞ് ഇനി അപ്പുറത്തേക്ക് നമുക്കിനി പോയിട്ട് എന്താ പറയുക, കുറേ സംഭവങ്ങളുണ്ട്. അത് നമുക്ക് വീഡിയോയിലൂടെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതാ അതിനിടയ്ക്കൂടെ എന്താ കപ്പലൊക്കെ പോകുന്നുണ്ടായിരുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ മാക്സിമം സൂം ചെയ്താണ് എടുത്തേക്കുന്നത്. ഇതാ പോകുന്നുണ്ട്, ബോട്ടൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു എന്താ പറയുക കപ്പൽ വരുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ? അങ്ങനെ അതിൻ്റെയൊക്കെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് ബീച്ചിലെത്തി. ബീച്ചിലേക്ക് നടക്കുകയാണ്. ഇനി അവിടുത്തെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. അവിടെ എത്തി കുറച്ച് നടന്നപ്പോഴത്തേനും കാത്തുകുട്ടി പറഞ്ഞു, അയ്യോ എനിക്ക് നടക്കാൻ വയ്യോ, എന്നെ എടുക്കുമോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ മാറിയൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കടലിൻ്റെ അടുത്തേക്കൊക്കെ പോയി. തിരമാലകളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാത്തുകുട്ടി ഭയങ്കര കൗതുകത്തോടെ എല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നേ, കൂടെ ഞാനും. പിന്നെ ഏതായാലും വന്നതല്ലേ, അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്താ പറയുക ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുവരെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അപ്പോൾ ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട്. എനിക്ക് എന്താ പറയുക, നിങ്ങൾ സപ്പോർട്ട് കൊണ്ട് എനിക്ക് 2.8K സബ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പം ഞങ്ങൾ പറഞ്ഞു തന്നത്, അവിടെ എത്തി ബീച്ചിലെത്തി കുറച്ച് കറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഒരു മരം കണ്ടേ. അത്യാവശ്യം ഇരിക്കാനൊക്കെ പറ്റുന്നതായിരുന്നു. കാത്തുകുട്ടി അവിടെ ഇരുത്താൻ നോക്കിയപ്പോഴത്തേനും അവൾക്ക് അപ്പടി പേടിയായിരുന്നു, കരച്ചിലായി. പിന്നെ അവിടുന്ന് മാറ്റി. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഒരു സെൽഫി വീഡിയോ എടുത്തേക്കാന്ന്. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. തിരമാലകൾ അടിച്ച് വരുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തേ. അതിനിടയ്ക്ക് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ പ്രാവുകളുണ്ടായിരുന്നു. അപ്പോൾ കാത്തുകുട്ടി അതിന് ഓടിച്ചു വിടുന്ന രംഗമാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് നേരം ഒരു 1/4 മണിക്കൂർ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വെച്ച് പോവുകയാണ്. തിരമാലകളൊക്കെ ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം. എല്ലാം മേടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എല്ലാം മേടിക്കാൻ പറ്റത്തില്ലല്ലോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ വീഡിയോ എങ്കിലും എടുത്തു വെക്കാണ്. അങ്ങനെ എല്ലാത്തിൻ്റെയും വീഡിയോ ഒക്കെ എടുത്തേ. എന്നാലും ഇച്ചിരി നടന്ന് എത്തിയപ്പോഴത്തേനും ഇതാ നമുക്ക് പറ്റിയ ഐറ്റംസ് കണ്ടു. അപ്പം പിന്നെ എന്താണേലും എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം എനിക്ക് വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ ഞാനങ്ങ് വാരിയെടുത്തു കേട്ടോ. പിന്നെ കാത്തുകുട്ടിയും പറഞ്ഞു, അമ്മേ എനിക്കും വേണം, എനിക്കുള്ളത് എടുക്കണേന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൾക്കുള്ളത് കുറച്ച് എന്താ പറയുക ബുഷും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ അവിടെ കുറച്ച് സമയമൊക്കെ ചെലവിട്ട് പിന്നെ ഞങ്ങൾ മുന്നോട്ട് നടന്നേ. ഇത് നോക്ക് ഗൈസ്, ഇതിനെ ചീനവലയിൽ നിന്ന് ഡയറക്റ്റ് കിട്ടിയതാണെന്നാണ് കേട്ടോ അവർ പറയുന്നത്. നല്ല രസമല്ലേ കാണാൻ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോയത് ലയൺസ് ക്ലബിലേക്കാണ് കേട്ടോ. ചിൽഡ്രൻസിൻ്റെ 6 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാ റൈഡും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കാത്തുകുട്ടി റൈഡിൽ ആദ്യമായിട്ടാണ് കയറുന്നതെങ്കിലും അവൾക്ക് ആദ്യം ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ അത് മാറും കേട്ടോ. പിന്നെ എന്താ താറാവിൻ്റെ മണ്ടയിൽ കയറി ഇന്ന് കളിക്കുകയാണ്. ആദ്യം എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ അത് സെറ്റായി. ഇത് കണ്ട ആദ്യത്തെ ആ പേടിയൊന്നും ഇപ്പോഴില്ല. ഈ റൈഡിൽ കയറിയപ്പോൾ അവൾക്ക് ഇതിൽ 3-4 പ്രാവശ്യം കയറി കളിക്കുന്നത് കണ്ടേ. അതേപോലെ തന്നെ വേറൊരു റൈഡും അങ്ങനെ തന്നെ. പിന്നെ ഈ റൈഡിൽ കയറിയപ്പം അവൾക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നതുകൊണ്ട് വലിയ പേടി പിന്നെ തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ റൈഡിലൊക്കെ കയറി ഇതൊക്കെ അവൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട റൈഡായിരുന്നേ. കുറേ റൈഡ് ഉണ്ടായിരുന്നു. മാക്സിമം ഞങ്ങൾ എല്ലാ റൈഡിലും കയറാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്ത് രസമാണല്ലേ, സമയം പോകുന്നതേ അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് സമയം നോക്കാനേ സമയം ഉണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഞങ്ങൾ ഹാപ്പിയായി, ഞാനും സന്തോഷത്തിലിരിക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ പിന്നെ അടുത്ത റൈഡ് കയറാന്ന് വെച്ചു. ആ റൈഡ് കയറാൻ കാത്തുകുട്ടിക്ക് ഇച്ചിരി പേടിയായിരുന്നു. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ അവളെ ധൈര്യം കൊടുത്ത് മുന്നോട്ട് കയറ്റി. ഈ റൈഡ് കയറിയപ്പോഴത്തേനും അയ്യോ ദേ വീഴാൻ തുടങ്ങിയപ്പോഴത്തേനും ഞാൻ ഓടി വന്ന് എടുക്കുകയാണ്. പേടിയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ ഇച്ചിരി വീണ് പോയി. പക്ഷെ ഒന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഇത് കണ്ടില്ല റൈഡിലൊക്കെ കയറിയേക്കുന്നത്. അങ്ങനെ എന്താ പറയുക, ഇത്രയും പ്രായമായെങ്കിലും ആ കുഞ്ഞു മനസ്സ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാൻ ഊഞ്ഞാലി ആടുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് ചെറിയൊരു ആഗ്രഹം വന്നു. അപ്പം ഞാൻ വിചാരിച്ചു വന്നോ കയറി കളയാമെന്ന്. അങ്ങനെ ഇച്ചിരി നേരം ആടി. അത് കഴിഞ്ഞിട്ട് കാത്തുകുട്ടി പറഞ്ഞു അമ്മ എനിക്ക് ഇതിൽ കയറി ആടണമെന്ന് പറഞ്ഞു. അങ്ങനെ അവളും കയറി ആടി കേട്ടോ കുറച്ച് നേരമൊക്കെ. അത് കഴിഞ്ഞപ്പോൾ മടുത്തു എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് മെട്രോ വാട്ടർ മെട്രോ ഇതിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. എൻ്റെ ദൈവമേ, അവിടെ ചെന്നപ്പോഴാണേലും ഇതുപോലെ ഭയങ്കര ക്യൂ ആണ്. ക്യൂയോട് ക്യൂ. കുറേ ഒരു 1/4 മണിക്കൂർ നിൽക്കേണ്ടി വന്നു കേട്ടോ നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് കാത്തുകുട്ടി പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു. അപ്പോൾ അവിടെ കളിച്ചിരിയെല്ലാം കണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ബോറടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ ചീനവലയൊക്കെ അതിനിടയ്ക്ക് എന്ത് രസമാണല്ലേ. പിന്നെ എൻ്റെ ഒരു പട്ടി ഷോ. ഏതായാലും വന്നാലോ അപ്പോൾ ഇച്ചിരി സ്റ്റൈലായിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഞാൻ നിൽക്കുകയാണ്. അപ്പോഴത്തേനും നമുക്ക് പോകാനുള്ള വാട്ടർ മെട്രോ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അത് അടുപ്പിച്ച് കഴിഞ്ഞാലേ നമ്മളെ അങ്ങോട്ട് വിടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളാണ് കേട്ടോ ഫസ്റ്റ് മുന്നേ നിന്നത്. അതിനിടയ്ക്ക് ഇതാ ചരക്ക് കപ്പലൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നേ. അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയിലേക്ക് കയറുകയാണ്. നമ്മളായിരുന്നു കേട്ടോ ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയേ. ആ സീറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഗൈസ്, എന്ത് രസമാണ് കാണാൻ. അപ്പം ഹസ്ബൻഡും കുഞ്ഞും കൂടെ ആദ്യം പോയി സീറ്റിലിരുന്നേ. എന്നിട്ട് കാത്തുകുട്ടിയോട് ഇരിക്കാൻ പറഞ്ഞപ്പം അവൾക്ക് മടിയായിരുന്നു. അവളങ്ങ് മാറിപ്പോവുകയായിരുന്നു. പിന്നെ ഞാൻ ഒരു സീറ്റിലൊക്കെ പോയിരുന്നു. അവിടെ അവളോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഒക്കെ അവൾക്ക് ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കയറി. കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ എന്താ പറയുക, കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെ, അതിൻ്റെ ഇടയ്ക്കൂടെ കുറേ കപ്പലും ടൂറിസ്റ്റുകളുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള എന്താ പറയുക ബോട്ടും കാര്യങ്ങളും, അങ്ങനെ എനിക്കറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ, ബോട്ടിന് തന്നെ ജങ്കാർ ബോട്ടോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ സുഹൃത്തുക്കളെ, അതൊക്കെ ഇടയ്ക്കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഓരോന്ന് എനിക്ക് പറഞ്ഞു തരികയായിരുന്നു. എനിക്കിതൊന്നും അറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നേ. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, അറിയത്തില്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അവിടുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത് കാത്തുകുട്ടിയാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ. അവളിതൊക്കെ അവളും ആദ്യമായിട്ടാണ് ഞാനും ആദ്യമായിട്ടാണ് വാട്ടർ മെട്രോയിൽ കയറുന്നത്. ഹസ്ബൻഡ് പിന്നെ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി വേഗം വീട് എത്തണം എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കുറേ മടുത്തു പോയിട്ടോ നടന്നിട്ടും. പിന്നെ എന്താ പറയുക, വെയിൽ, ചൂട് ഇതൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ മടുപ്പുണ്ടായിരുന്നു. എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ ഹൈക്കോർട്ടിൻ്റെ അവിടെ പോയി ഞങ്ങൾ ഇറങ്ങി. ഇത് നോക്ക്, നമ്മുടെ ബോട്ട് നിർത്താൻ വേണ്ടിയിട്ട് എന്താ പറയുക, എൻ്റെ പേരെന്താണ്, കയറിട്ട് കണ്ട ഇത് നമ്മുടെ ബോട്ട് അടുപ്പിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വാട്ടർ മെട്രോയിൽ യാത്ര കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. നല്ലൊരു യാത്ര എക്സ്പീരിയൻസ് ആണ് എനിക്കുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അറബിക്കടലിൻ്റെ ഓളങ്ങളിലൂടെ അങ്ങനെ ഞങ്ങളും ഒരു യാത്ര നടത്തി സുഹൃത്തുക്കളെ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഏതായാലും ക്രൂയിസ് ജെറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ കണ്ടായിരുന്നു ഇടയ്ക്ക്. പിന്നെ ഞാൻ വിചാരിച്ച് അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന്. അങ്ങനെ അവിടുന്ന് കുറേ വീഡിയോസ് എടുത്തു, ഫോട്ടോസ് എടുത്തു. കുറേ നടക്കാനുണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങാനൊക്കെ. കുറേ നടന്നു, കുറച്ച് നേരം ഇരുന്നു. അതിനിടയ്ക്ക് കാത്തുകുട്ടി ഓടി എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അമ്മേ എന്നെ എടുക്കുന്നൊക്കെ പറഞ്ഞ് അവളും മടുത്തിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ നടന്നെങ്കിലും മോളപ്പടി മടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങളും കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്ത്. ഇതിനിടയ്ക്ക് നമ്മളൊരു സ്ഥലത്തിരുന്നപ്പോൾ കാത്തുകുട്ടി പറഞ്ഞു, അമ്മേ അതെന്താ സൈഡിൽ കൂടെ കാണുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. ലെറ്റ് us sacrifice our today so that
ബാക്കി എന്താ ഞാൻ മറന്നുപോയി. അത് നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു തോട്ടാണ്. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അന്നൊരു വീഡിയോ എടുത്തേക്കാന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഞാനും മോളും ആദ്യമായിട്ടാണ് എറണാകുളത്തേക്ക് വരുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ എന്താ പറയുക മെട്രോയിലേക്ക് പോയി. മെട്രോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അവിടുന്ന് പാസ്സൊക്കെ കിട്ടി ഞങ്ങൾ എന്താ പറയുക നമ്മൾ ലുലു മാളിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ മെട്രോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു മെട്രോ പോയി, അപ്പോൾ അതാ അടുത്ത നമ്മുടെ മെട്രോ വന്നു. ഈ മെട്രോയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇതിലും എന്താ പറയുക കയറിയപ്പോൾ തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നമുക്ക് സീറ്റൊക്കെ കിട്ടി, അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഞങ്ങൾ നേരെ ലുലു മാളിലെത്തി. അവിടെ എത്തിയപ്പോൾ ഇതാ ഈ എന്താ പറയുന്നത് പ്രതിമ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ചിരി വന്ന്, കാണാൻ നല്ല രസമില്ല. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളുടെയും എന്താ എന്താ റൈഡിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. പക്ഷെ അവിടെയൊന്നും ഞങ്ങളധികം കൊച്ചിനെ കയറ്റിയില്ല. ഈ ഒരു റൈഡിൽ മാത്രമേ മോളെ കയറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് നേരമൊക്കെ അവിടെ കളിച്ച് പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് നടന്നു. അതിനിടയ്ക്ക് ഈ റൈഡ് അവൾക്ക് കയറാതിരിക്കാനേ പറ്റുന്നില്ല. വാശി പിടിച്ച് പിന്നെ കയറ്റിയതാണ് കേട്ടോ. ഇതിനിടയ്ക്ക് അവള് ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ കാത്തുക്കുട്ടി. അവൾക്ക് വല്ലാത്തൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു യാത്ര. എറണാകുളത്തേക്കുള്ള യാത്ര അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ലുലു മാളിൽ എത്തിയപ്പോഴത്തേനും ചേച്ചിയും മോനും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ കൈയും പിടിച്ച് കാത്തുക്കുട്ടി പോവുകയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡാർക്ക് ചോക്ലേറ്റ് കണ്ടപ്പം എനിക്കിഷ്ടമായി. അപ്പം ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം എടുത്തിട്ട് വെച്ചെങ്കിലും പിന്നെ ഞാൻ എടുത്തു അത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പിന്നെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. ഫുഡൊക്കെ കഴിച്ച് അപ്പം എന്താ പറയുക ഇന്നത്തെ വിശേഷങ്ങളിലൂടെ കടന്നുപോയത് വളരെയധികം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. അപ്പം ഇനിയും നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെയും തന്ന സപ്പോർട്ടിന് നന്ദി, സ്നേഹവും ഉണ്ട്. ഇനിയും അത് മുന്നോട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എന്താ പറയുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്താം. ഇനിയും നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെയും എന്താ പറയുക നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. അപ്പം പിന്നെ കാണാമല്ലേ. ഓക്കെ, ബൈ ബൈ. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ടാണ് എനിക്കെല്ലാം, അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് ഒത്തിരി താങ്ക് യു ഉണ്ട്. ഓക്കെ, അപ്പം നിർത്തുന്നു. ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ടാറ്റാ, ബൈ ബൈ, സീ യു.